ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഈ ഒരു ചെടി എൻ്റെ വീഡിയോ കണ്ടവർക്ക് നല്ല പരിചയം ഉണ്ടാവും. അപ്പോൾ ഫിലോഡെൻഡ്രോൺ ആണ്, ഒരു ഇൻഡോർ പ്ലാന്റ് ആണ്. ഇത് എങ്ങനെയാണ് വേര് പിടിപ്പിച്ചെടുക്കുന്നതെന്ന് ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കയറി കണ്ടു നോക്കണേ. അപ്പോൾ വേര് പിടിപ്പിച്ച് എടുത്ത ഈ ചെടി ഞാനിത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഭരണിയാണ് എടുത്തിരിക്കുന്നത്. ഭരണിയിലാണ് സെറ്റ് ചെയ്യുന്നത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന ഭരണിയാണ്. ഇനി ഇതിൽ നിന്ന് നമ്മൾ കുറേ അധികം ഇങ്ങനെ വേര് പിടിപ്പിക്കാനായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് നല്ല ഭംഗിയുള്ളത് നോക്കിയാണ് ഇതിലേക്ക് സെറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇതിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കരിയിലയാണ്. കരിയില ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ച് എടുത്തത് ചെറുതാക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കുക. കുറച്ചധികം ഇട്ട് കൊടുക്കണം. ഇതേപോലെ ഒന്ന് പൊട്ടിച്ച് ചെറുതാക്കി ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം മണ്ണും ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്തത് ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയൊന്ന് കരിയില ഫില്ല് ചെയ്തതിന് ശേഷം മണ്ണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മണ്ണും ഇട്ട് കൊടുത്തു. ഇനി വീണ്ടും നമുക്ക് കരിയില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് നിറച്ച് കൊടുക്കുക. അതിനുശേഷം ഞാൻ കുറച്ച് ചകിരിയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ പഴകിയ ചകിരിയോ അല്ലെങ്കിൽ കളഞ്ഞ ചകിരിയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം എടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല. അതിന് മീതെ വീണ്ടും കരിയില ഇട്ടിട്ടുണ്ട്, മണ്ണും ഇട്ട് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫുള്ളാക്കി ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഈ വേര് പിടിപ്പിച്ച നല്ല ഭംഗിയുള്ള ചെടി നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാം. നല്ല ഹെൽത്തി ആയിട്ട് ഉള്ളതാണ്. അപ്പോൾ വേര് പിടിപ്പിച്ച് എടുത്തതാണ്. അത് കുറച്ച് 2-3-4 എണ്ണം ഒന്നിച്ചിങ്ങനെ എടുക്കുക. നല്ല ബുഷിയായിട്ട് കിട്ടത്തക്ക രീതിയിൽ നമ്മളത് അങ്ങനെ എടുക്കാണ്ട് നന്നായിട്ട് വേര് വന്നിട്ടുണ്ട്. അപ്പോൾ വേര് പിടിപ്പിച്ചത് എങ്ങനെയാണെന്നുള്ളത് വീഡിയോ കണ്ടു നോക്കുക. അതിനുശേഷം നമുക്ക് ഇതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനുള്ളിൽ കരിയിലയൊക്കെ ഇട്ടത് കൊണ്ട് ഈ ചെടി ചീഞ്ഞു പോവോ അങ്ങനെയൊന്നും ഇല്ല. വെള്ളത്തിലും നന്നായിട്ട് ഉണ്ടാകുന്ന ഒരു ചെടിയാണ്, അതേപോലെ മണ്ണിലും ഉണ്ടാകും. പക്ഷേ തണൽ നന്നായിട്ട് വേണം. അപ്പോൾ തണലത്ത് ഇത് നല്ല ഭംഗിയായിട്ട് ഉണ്ടായി കിട്ടുന്നതാണ്. അപ്പോൾ ഇതേപോലെയുള്ള വലിയ വേരുകളൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. നമുക്കിതിൽ നിന്ന് പുതിയതായിട്ടുള്ള വേരുകൾ മാത്രം മതി. പഴയ വേരുകളൊക്കെ അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം ഇതിനുള്ളിലേക്ക് ഒന്നിച്ചങ്ങോട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ നല്ല ബുഷിയായിട്ട് ഇലകളൊക്കെ നന്നായിട്ടൊന്ന് നേരെയൊക്കെ ഒന്ന് വെച്ച് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്യുക. ചരിഞ്ഞൊക്കെ കിടക്കുന്നതൊക്കെ നേരെയൊക്കെ വെച്ച് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് ഒന്നിച്ചിതിലേക്ക് ഇറക്കി വെക്കണം. അതിനുശേഷം ഇതിൻ്റെ സൈഡ് കണ്ട ഈ സൈഡിലൊക്കെ ഇങ്ങനെ കരിയില വീണ്ടും ഇട്ട് കൊടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് ഉറച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. കരിയിലയും കുറച്ച് മണ്ണും കൂടെ നമുക്ക് എല്ലാ സൈഡിലും ചുറ്റിനും ഇട്ട് കൊടുക്കണം. കരിയില ചുറ്റിന് വെച്ചതിന് ശേഷം മണ്ണിട്ട് കൊടുക്കുക. അപ്പോൾ കരിയില ഒന്ന് വെക്കട്ടെ. അപ്പോൾ കരിയിലയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മണ്ണാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി സൈഡിലൊക്കെ നന്നായിട്ട് മണ്ണും കൂടെ ഇട്ട് കൊടുക്കുക. ചുറ്റിനും തന്നെ മണ്ണ് ഇട്ട് കൊടുക്കണം. ഇതേപോലെ ചുറ്റിനും ഇട്ട് കൊടുക്കുക. അപ്പോൾ മണ്ണ് അധികം വേണ്ടി വരില്ല. കുറച്ച് കഴിയുമ്പോൾ ഈ മണ്ണും ഇതുപോലെ കരിയിലൊക്കെ കുറച്ച് താന്ന് വരും. അന്നേരം ഈ ചെടി നന്നായിട്ട് മുകളിലേക്ക് നന്നായിട്ട് പടർന്ന് നല്ല ഭംഗിയായിട്ട് വളർന്നിട്ടുണ്ടാവും. അപ്പോൾ കുറച്ച് ചെറുതായിട്ട് കരിയില പൊടിച്ചതും മണ്ണും കൂടെ കുറച്ച് ചേർത്ത് ഇട്ട് കൊടുത്താൽ മതിയാവും. ഇനി വെള്ളം തളിച്ച് കൊടുക്കുക. നന്നായിട്ടൊന്ന് വെള്ളം തളിച്ച് ഉള്ളിലേക്കും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെള്ളം കൂടുതലായാലും ഈ ചെടിക്ക് യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല. ഇനി മണലാണ്. ഏറ്റവും മുകളിലായിട്ട് നമുക്ക് മണലിട്ട് കൊടുക്കാം.
അതും ചുറ്റിനും ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് വീണ്ടും വെള്ളം ഒന്ന് തളിച്ച് എടുത്താൽ മതി. അപ്പോൾ ഇതേപോലെയൊക്കെ സെറ്റ് ചെയ്താൽ നമുക്ക് ഇൻഡോറിൽ വെക്കാനും ഒക്കെ അടിപൊളിയാണ്. നല്ല ഭംഗിയായിട്ട് വളർന്നു വരുമ്പോഴാണ് ഇതിന് നല്ല ഭംഗിയുണ്ടാകുക. അപ്പോൾ എല്ലാവരും ഇതേ ചെടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഭരണിയിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കുക. അടിപൊളിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ. ഇതേപോലെയുള്ള പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റ ബൈ ബൈ.